Hello friends, welcome back to Smart Study. अब इन्हें नम्मल 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റായ പേജസ് ഓഫ് വണ്ടർ എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ ദ കളർഫുൾ ട്രഷർ എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ യൂണിറ്റാണ് യൂണിറ്റ് 3 പേജസ് ഓഫ് വണ്ടർ. അപ്പോൾ നിങ്ങളുടെ യൂണിറ്റ് 1ലെയും യൂണിറ്റ് 2ലെയും എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് മനസ്സിലാവാത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസറുകൾ മനസ്സിലാവാത്ത കൂട്ടുകാരോ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് ഫോർ ന്യൂ ടെക്സ്റ്റ് ബുക്സ് 2025-26 ഇംഗ്ലീഷ് എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് എല്ലാ കൂട്ടുകാരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മറ്റു വിഷയങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ യൂണിറ്റിൻ്റെ പേര് പേജസ് ഓഫ് വണ്ടർ എന്നാണ്. അത്ഭുതത്തിൻ്റെ പുസ്തക താളുകൾ എന്നാണ് പേജസ് ഓഫ് വണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നമുക്കൊരു നെയിൽ ഗെയിമിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്ന ഒരു സ്വപ്നമാണ് എന്നാണല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളെ കയ്യിൽ പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ ബുക്ക് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ ബിലോ. അപ്പോൾ താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, അത് നമ്മളോട് നന്നായി ശ്രദ്ധിക്കാനാണ് പറയുന്നത്. താഴത്തെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യം എന്ന് നോക്കാം. ഫസ്റ്റ് ചോദ്യം, വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് അവിടെ കുട്ടികൾ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? നമുക്ക് മനസ്സിലായല്ലേ കൂട്ടുകാരെ. അപ്പോൾ അതിൻ്റെ ആൻസർ താഴെ നമ്മൾ എഴുതണം. അപ്പോൾ ആ ഒരു ബോക്സിലാണ് എഴുതേണ്ടത്. അവിടെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തിൻ്റെ ആൻസർ ആണ് ദേ ആർ റീഡിങ് ബുക്സ്. അവർ ബുക്സ് വായിക്കുകയാണല്ലേ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഡു യു ലൈക്ക് റീഡിങ്? നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കുന്നത് ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ യെസ് എന്നെങ്കിൽ യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ അല്ലേ എന്ന് എവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത് മൈ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് ഈസ് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റോറി ബുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് എഴുതേണ്ടത്. നാലാമത്തെ ചോദ്യം, ഡ്രോ ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ. അപ്പോൾ ഒരു കാർട്ടൂണിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ബുക്കിലെയോ ഒരു ക്യാരക്ടറിൻ്റെ വരച്ച് അതിന് കളർ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നാലാമത്തെ ചോദ്യം. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിങ്, ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? വായന കണ്ടുപിടിക്കുക. വായനയിൽ നിങ്ങളൊരു സന്തോഷം കണ്ടെത്തുക. അത് നിങ്ങളുടെ ലോകം തന്നെ മാറ്റിമറിക്കും എന്നാണ് പറയുന്നത്. ദ കളർഫുൾ ട്രഷർ. ദ കളർഫുൾ ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? കളർഫുൾ ആയിട്ടുള്ള ഒരു നിധി അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഇനി നമുക്ക് പാഠം എന്താണെന്ന് നോക്കാം. ടിയേഴ്സ് ആൻഡ് ജോയ്. കരച്ചിലും അതുപോലെ സന്തോഷവും. In a far away village, children never went to schools. ഒരുപാട് ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ചിൽഡ്രൻസ്, അവിടുത്തെ കുട്ടികളൊന്നും സ്കൂളിൽ പോയിരുന്നില്ല. They also wandered here and there. അവരെന്താണ് ചെയ്യുക? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അല്ലേ. ദേ ലിവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. അപ്പോൾ അവർ ജീവിച്ചിരുന്നത് അവരുടെ ഒരു മാലിന്യ കൂടാരം. ഡംപ് എന്ന് പറഞ്ഞാൽ കൂടാരം, ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ കൂമ്പാരത്തിൻ്റെ അതിൻ്റെ അടുത്തായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് പീക്ക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്, ക്രംബ്ലഡ് പേപ്പേഴ്സ്, ഷൈനി ബോട്ടിൽസ് ആൻഡ് ടറ്റേർഡ് ക്ലോത്ത്സ് സ്കാറ്റേർഡ് എവ്രിവെയർ. ആ ഒരു ചവിറ്റുകുട്ടയിൽ നിന്ന് ഒരുപാട് തെളിഞ്ഞ കളേഴ്സ് അതിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ക്രംബ്ലഡ് പേപ്പേഴ്സ്, ഷൈനി ബോട്ടിൽസ്. അപ്പോൾ എന്തൊക്കെയാണ് ക്രംബ്ലഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? പൊടിഞ്ഞു കിടക്കുന്ന കുറച്ച് പേപ്പേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കീറി കിടക്കുന്ന കുറച്ച് പേപ്പേഴ്സ്. പിന്നെ ഷൈനി, അതായത് തെളിച്ചമുള്ള ബോട്ടിൽസ്. അതേപോലെ തന്നെ ടറ്റേഡ് എന്ന് പറഞ്ഞാൽ കീറിയിട്ടുള്ള കുറച്ച് ക്ലോത്ത്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ടല്ലേ. The children's laughter rang like bell amidst the garbage. അപ്പോൾ എന്താണ്? ആ ഗാർബേജുകൾക്ക് നടുവിലായിട്ട് ഒരു ബെല്ല് പോലെ ആ ചിൽഡ്രൻസിൻ്റെ ഒക്കെ ആ കുട്ടികളുടെ ഒക്കെ അവരുടെ ചെറി ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ. ബട്ട് എ സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്. അപ്പോൾ എന്താണ്? പക്ഷെ എന്താണ്? അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചെറിയൊരു സങ്കടം തങ്ങി നിൽക്കുന്നുണ്ട്.
അതിൻ്റെ താഴത്ത് നമുക്ക് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചോദ്യം, ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ? എല്ലാ കുട്ടികൾക്കും സ്കൂളിലേക്ക് പോകാനുള്ള ചാൻസ് ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ ഈസ് നോ, ഓൾ ചിൽഡ്രൻ ഡു നോട്ട് ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ. ഇല്ല, എല്ലാ കുട്ടികൾക്കും ഒന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആൻസർ താഴെ നൽകിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ബട്ട് എ സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദയർ ഹാർട്ട്സ്, വാട്ട് കുഡ് ബി ദ റീസൺ? പക്ഷേ അവരുടെ ഹൃദയത്തിൽ ചെറിയൊരു സങ്കടം തങ്ങി നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? ആൻസർ, ദ റീസൺ ഫോർ ദ സാഡ്നെസ് ലിങ്കറിങ് ഇൻ ദയർ ഹാർട്ട്സ് ഈസ് ലൈക്ലി ദ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിൽ, അവരുടെ ആ ഒരു ഹൃദയത്തിൽ അവരുടെ ആ ഒരു സങ്കടം തങ്ങി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ അവർക്ക് എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല അല്ലെ. അവരുടെ ഫ്യൂച്ചറിനെ, ഒരു ബെറ്റർ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് കൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു സങ്കടം അവരുടെ ആ ഒരു ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നത്. ഡെസ്പൈറ്റ് ദെയർ ലോഫ്റ്റർ, ദ ചിൽഡ്രൻ ഇൻ ദ സ്റ്റോറി ആർ ലിവിങ് ഇൻ പോവർട്ടി ആൻഡ് ആർ സറൗണ്ടഡ് ബൈ എ ഗാർബേജ് ഡംപ് വിത്തൗട്ട് ആക്സസ് ടു സ്കൂളിംഗ്. അവർക്ക് സന്തോഷം ഉണ്ടെങ്കിൽ കൂടെ പക്ഷെ അവർ ഈ സ്റ്റോറിയിൽ അവർ താമസിക്കുന്നത് ഭയങ്കര പുവറായിട്ടാണ്. മാത്രമല്ല അവർ ഒരു ഗാർബേജ് ഡംപിൻ്റെ സറൗണ്ടഡ് ആയിട്ടാണല്ലോ അവർ താമസിക്കുന്നതും. പിന്നെ അവർക്ക് സ്കൂളിലേക്ക് പോകാനും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരുടെ ആ ഒരു ഹൃദയത്തിൽ ആ ഒരു സങ്കടം തങ്ങി നിൽക്കുന്നത്. അടുത്തതാണ് ദ തേഴ്സ്റ്റ് ടു റീഡ്, വായിക്കാനുള്ള ദാഹം, അതായത് വായിക്കാനുള്ള ആ ഒരു ഇഷ്ടം എന്നാണ് പറയുന്നത്. എവ്രി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എല്ലാ ദിവസം രാവിലെയും അവരെന്ത് കാണാറുണ്ട്? ആ ഒരു കുട്ടികൾ, മറ്റുള്ള കുട്ടികൾ സ്കൂളിലേക്ക് ബസ് വഴി പോകുന്നത് കാണാറുണ്ട് അല്ലേ. ദേ വോർ ക്ലീൻ ആൻഡ് അയേൺഡ് യൂണിഫോംസ്. അപ്പോൾ അവരെന്താണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള, നല്ല വൃത്തിയും അതുപോലെ നല്ല തേച്ചും മിനുക്കിയതുമായിട്ടുള്ള യൂണിഫോംസ് ഇട്ടിട്ടാണ് അവർ പോകുന്നത്. സം ഓഫ് ദം വേർ റീഡിങ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ. ചിലവർ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. അവർ എന്താണ്, ഈ കുട്ടികളെ ഒന്നും, ഈ പുവർ ആയിട്ടുള്ള ഈ പാവപ്പെട്ട കുട്ടികളെ ഒന്നും തീരെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല അല്ലേ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. പക്ഷേ ഈ കുട്ടികൾ ഭയങ്കര കൗതുകത്തോടെ അവരെ നോക്കാറുണ്ട്. ദേ ക്ലച്ചഡ് ദ ക്രംബ്ലഡ് പീസസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദ ഗാർബേജ്. ആ ഒരു ഗാർബേജിൽ നിന്ന്, ആ ഒരു മലിനമായ ചവിട്ടുകുട്ടയിൽ നിന്ന് കിട്ടുന്ന പേപ്പർ കഷ്ണങ്ങളൊക്കെ ക്രംബിൾഡ് ആയിട്ടുള്ള, അതായത് ഇങ്ങനെ ആകെ കീറിപ്പോയിട്ടുള്ള ക്രംബിൾഡ് ആയിട്ടുള്ള പേപ്പർ പീസുകളെല്ലാം അവരിങ്ങനെ മുറുകെ പിടിക്കാറുണ്ട്. ക്ലച്ചഡ് എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിങ്. ചിലരൊക്കെ മറ്റുള്ള കുട്ടികൾ വായിക്കുന്നത് പോലെ അനുകരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ ബസ്? എന്തുകൊണ്ടാണ് ആ ഒരു വില്ലേജിലുള്ള കുട്ടികൾ മറ്റേ ബസ്സിൽ പോകുന്ന, സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളെ ഇങ്ങനെ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ബിക്കോസ് ദേ സോ ദം ഗോയിങ് ടു സ്കൂൾ വിയറിങ് ക്ലീൻ യൂണിഫോംസ് ആൻഡ് റീഡിങ് ബുക്സ് ദേ കുഡിൻറ്റ് ഈവൻ ഗോ ടു സ്കൂൾ. അവരെന്തുകൊണ്ടാണ് അവരെ നോക്കുന്നത്? കാരണം അവർ സ്കൂളിലേക്ക് പോകുന്നത് അവർ കാണുന്നുണ്ട്. അതുമാത്രമല്ല അവർ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ അവർ ബുക്കുകൾ വായിക്കുന്നുണ്ട് അല്ലേ. അവർക്ക് ഇതിനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടികൾ, ആ വില്ലേജിലുള്ള കുട്ടികൾ ബസ്സിൽ പോകുന്ന കുട്ടികളെ നോക്കുന്നത്. അടുത്തതാണ് ദ ഹിഡൻ ട്രഷർ, ഒളിഞ്ഞിരിക്കുന്ന നിധി എന്നാണ്. ഹിഡൻ എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെച്ച അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന എന്നാണ് അർത്ഥം. ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന നിധി അല്ലെങ്കിൽ ഒളിച്ചു വെച്ച നിധി. വൺ ഡേ എ വുമൺ കെയിം ദർ. ഒരു ദിവസം ഒരു സ്ത്രീ, ഒരു വുമൺ അങ്ങോട്ട് വരികയാണല്ലേ. ഷീ വോർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്ത. അവരൊരു റെഡ്, ഒരു ചുവന്ന ദുപ്പട്ടയും അതുപോലെ തന്നെ ഒരു വെള്ള കുർത്തയുമാണ് ധരിച്ചിരിക്കുന്നത്. ആ വെള്ള കുർത്തയ്ക്ക് മേലെയാണ് ഈ ഒരു ചുവന്ന ദുപ്പട്ട ധരിച്ചിരിക്കുന്നത്. അതാണ് അവരുടെ വേഷം. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹെർ ബിഫോർ. ആ കുട്ടികളൊന്നും ഇതിനു മുൻപേ ഒന്നും ആ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. ദേ ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ വണ്ടർ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര അത്ഭുതപ്പെട്ടിട്ടാണ് ആ ഒരു സ്ത്രീയെ നോക്കുന്നത്. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. അവൾ ആ കുട്ടികളോടൊക്കെ ചിരിച്ചു അല്ലേ. ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. അവളത് ചോദിച്ചുകൊണ്ട് ആ കുട്ടികളോട് ചോദിക്കുകയാണ്. ചോദിച്ചു കൊണ്ടിട്ട്
ഒരു പ്ലാസ്റ്റിക് ക്യാനിൻ്റെ ഒരു മുറിഞ്ഞു പോയിട്ടുള്ള ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ക്യാനിൻ്റെ മേലെ ഇരിക്കുകയാണ്. ദ ചിൽഡ്രൻ വർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ ഇത് ആരാണ് എന്നൊന്നും അറിയാത്ത കാരണം. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഷീ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. അവൾ അവളുടെ ബാഗ് തുറന്നുകൊണ്ട് അതിൽ നിന്ന് എന്തോ ഒന്ന് എടുത്തു അല്ലേ. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ മേ ബി ദ ലേഡി, വൈ ഡിഡ് ഷീ കം ദർ? ആരായിരിക്കും ആ ഒരു ലേഡി, എന്തിനായിരിക്കും അവൾ അവിടെ വന്നിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും? മേ ബി നമുക്ക് നോക്കാം അല്ലേ ആരായിരിക്കും എന്ന്. ആൻസർ, എ സ്റ്റോറി ടെല്ലർ ഓർ എ ടീച്ചർ ഹു യൂസസ് സ്റ്റോറീസ് ആൻഡ് എൻഗേജിങ് മെത്തേഡ്സ് ടു ടീച്ച് ചിൽഡ്രൻ. അപ്പോൾ എന്താണ്, ഒന്നെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ ആയിരിക്കാം ഈ കുട്ടികളെ ഭയങ്കര ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലറോ ആയിരിക്കാം. ആരായിരിക്കും എന്ന് നമുക്ക് ശരിക്കും നോക്കാം അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് മൈറ്റ് ബി ഇൻ ഹെർ ബാഗ്, ക്യാൻ യു ഗസ്? എന്തായിരിക്കും അവളുടെ ആ ബാഗിനുള്ളിൽ ഉണ്ടായിരിക്കുക? നിങ്ങളോടൊന്ന് ഗസ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഗസ്സോട് കൂടിയിട്ട് എഴുതാം അല്ലേ. എന്തായിരിക്കും? ആൻസർ, സ്റ്റോറി ബുക്സ് ഓർ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഓർ സ്മോൾ ഗിഫ്റ്റ്സ്. ഒന്നെങ്കിൽ കുറച്ച് സ്റ്റോറി ബുക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ള വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഗിഫ്റ്റ്സ് ആയിരിക്കും അല്ലേ, ചെറിയ സമ്മാനങ്ങളായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തതാണ്, വി ടു ഹാവ് നെയിംസ്. ഞങ്ങൾക്കും നെയിംസ് വേണം. ദ ചിൽഡ്രൻ വർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ. അപ്പോൾ എന്താണ്, ആ ചിൽഡ്രൻസൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയില്ലേ, അതായത് അവർക്കൊക്കെ ഭയങ്കര ആകാംക്ഷയായി. എന്നിട്ട് അവർ ആ ഒരു സ്ത്രീയോട് കുറച്ചും കൂടെ ചേർന്നിരിക്കുകയാണ്. ദേ വർ ഈഗർ ടു ഡിസ്കവർ ദ ട്രഷേഴ്സ് ഹിഡൻ ഇൻ ഹെർ ബാഗ്. അവരുടെ ആ ഒരു ബാഗിനുള്ളിലുള്ള നിധി എന്താണെന്ന്, ആ ഒളിഞ്ഞിരിക്കുന്ന നിധി എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദ വുമൺ റിവീൽഡ്, ഈഗർ എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ എന്നാണ് അർത്ഥം. ദ വുമൺ റിവീൽഡ് എ കളക്ഷൻ ഓഫ് വൈബ്രന്റ് ബുക്സ് ഇൻക്ലൂഡിങ് ഡീപ്പ് ബ്ലൂസ്, ബ്രൈറ്റ് യെല്ലോസ് ആൻഡ് റിച്ച് റെഡ്സ്. അപ്പോൾ എന്താണ്, ആ ഒരു വുമൺ കുറച്ച് കളക്ഷൻസ്, ഒരു വൈബ്രൻറ്റ് ബുക്സിൻ്റെ കളക്ഷൻസ് ആണ് ആ ഒരു ബാഗിൽ നിന്ന് എടുത്തത് അല്ലേ. അപ്പോൾ വൈബ്രൻറ്റ് ബുക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല തെളിഞ്ഞ കളറിലുള്ള ബുക്സാണ്, അതായത് ഡീപ്പ് ബ്ലൂ ആയിട്ടുള്ള, അതേപോലെ ബ്രൈറ്റ് യെല്ലോ, റിച്ച് റെഡ് എന്നതുപോലെയുള്ള കളേഴ്സിലൊക്കെയുള്ള കുറച്ച് ബുക്സാണ് അവൾ ആ ബാഗിൽ നിന്ന് എടുത്തത്. ഷീ സ്മൈൽഡ് അറ്റ് ദം. എന്നിട്ട് അവൾ അവരോട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ത്രീ ആ ഒരു കുട്ടികളോട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. പറയൂ നിങ്ങളുടെ മധുരമുള്ള നെയിമുകൾ എന്ന് പറയുന്നുണ്ട് അല്ലേ, മധുരമുള്ള പേരുകൾ പറയാൻ പറയുന്നുണ്ട്. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അപ്പോൾ എന്താണ്, അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ഇതുവരെ ആരും അവരോട് അവരുടെ പേരുകളൊന്നും ചോദിച്ചിട്ടില്ല അല്ലേ. മുത്തു, നിന്നു, താജു ഹെസിറ്റൻ്റ്ലി ദേ അട്ടേർഡ് ദെയർ നെയിംസ്. മടിച്ച് ഇങ്ങനെ അവരുടെ പേരിങ്ങനെ ഉച്ചരിക്കുകയാണ്. ഹെസിറ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ മടിച്ച് എന്നാണ് അർത്ഥം. അട്ടേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചരിച്ചു എന്നാണ് കേട്ടോ. ദേ വാണ്ടഡ് ടു നോ ഹെർ നെയിംസ്. ആ കുട്ടികൾക്ക് അവളുടെ പേര് അറിയണമായിരുന്നു അല്ലേ. ദെയർ ഐസ് വർ ആസ്കിങ് ഫോർ ഇറ്റ്. അവരുടെ കണ്ണുകൾ അത് ചോദിക്കുന്നുണ്ട് അല്ലേ. കോൾ മീ ദീദി, ദ വുമൺ സൈഡ് പ്ലസൻ്റ്ലി. സന്തോഷത്തോടെ ആ ഒരു വുമൺ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ ദീദി എന്ന് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്, വൈ? ആ കുട്ടികൾക്ക് ആ ഒരു ദീദിയുടെ പ്രസൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, യെസ് ദേ വർ ലിസ്ണിംഗ് അറ്റൻറ്റീവ്ലി ടു വാട്ട് ദീദി വാസ് സേയിങ്. അപ്പോൾ എന്താണ്, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ, കാരണം അവർ ദീദി എന്താണ് പറയുന്നത് എന്നുള്ളത് അവർ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നുണ്ട്. നോട്ട് ഓൺലി ദാറ്റ് ദേ വർ ഓൾസോ ക്യൂരിയസ് ടു നോ ഹെർ നെയിം. അതുമാത്രമല്ല അവൾക്ക് എന്താണ്, അവളുടെ നെയിം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും ഉണ്ടായിരുന്നു അല്ലേ. അടുത്തതാണ് വേൾഡ് ഓഫ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളുടെ ലോകം. ദീസ് ബുക്സ് ആർ ഫോർ യു സൈഡ് ദീദി. അപ്പോൾ ദീദി പറയുകയാണ്, ഈ ബുക്സ് എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഫോർ ആസ് എക്സ്ക്ലെയിംഡ് നിന്നു. അപ്പം നിന്നു എന്താണ്, ആകെ ആക്രോശിച്ചു അല്ലേ, ഞങ്ങൾക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അനദർ. ചിൽഡ്രൻസ് ഒക്കെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണല്ലോ, ഓരോരുത്തരെ മാറി ഇങ്ങനെ നോക്കുകയാണ്. ദേ ബിഗൺ ടു ടേൺ ദ പേജസ്. അവരിങ്ങനെ ആ ഒരു പേജസ് ഒക്കെ ഇങ്ങനെ മറിക്കാൻ തുടങ്ങുകയാണല്ലേ, ആ ഒരു ബുക്കുകളുടെ പേജസ് ഒക്കെ ഇങ്ങനെ മറിക്കാൻ തുടങ്ങുകയാണ്. ആ
ആഫ്റ്റർ സം ടൈം ദീദി സൈഡ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ദീദി പറയുകയാണ്, ഓക്കെ ഡിയേഴ്സ് ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. ഓക്കെ ഡിയേഴ്സ്, ഇത് എൻ്റെ പോവാനുള്ള സമയമാണ് എന്ന് പറയുന്നുണ്ടല്ലേ. സി യു ദീദി, അപ്പോൾ അവർ സി യു ദീദി എന്ന് പറയുന്നുണ്ട്. സി യു ടുമാറോ ദീദി സൈഡ് ആൻഡ് വേവ്ഡ് അറ്റ് ദം. ദീദി ഇങ്ങനെ കൈ വീശി കാണിക്കുന്നുണ്ട്, നാളെ കാണാമെന്ന് പറയുന്നുണ്ട് അല്ലേ. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്, അപ്പോൾ ചിൽഡ്രൻസും ഇങ്ങനെ കൈ ഇങ്ങനെ വീശി കാണിക്കുന്നുണ്ട്. They did not wink their eyes till the red dupatta disappeared. അവരുടെ കണ്ണ് ഇങ്ങനെ അടയ്ക്കുക പോലും, കണ്ണിങ്ങനെ ഇറുക്കുക പോലും ചെയ്തിരുന്നില്ല. ആ ഒരു സ്ത്രീയുടെ റെഡ് ദുപ്പട്ട ഇങ്ങനെ മറയുന്നത് വരെ അവരുടെ കണ്ണിങ്ങനെ അടക്കുക പോലും ചെയ്തിരുന്നില്ല. അവരിങ്ങനെ നോക്കി നിന്നിരുന്നു. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്, എന്നിട്ട് അവർ ആ ബുക്കുകളൊക്കെ കയ്യിലെടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. എല്ലാ ബുക്കിലും ഇങ്ങനെ വണ്ടർഫുൾ ആയിട്ടുള്ള നല്ല അത്ഭുതത്തോടെയുള്ള സ്റ്റോറികളുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള ചിത്രീകരണങ്ങളുണ്ടല്ലേ. ആ സ്റ്റോറിയുടെ ചിത്രീകരണങ്ങളായിരിക്കും. ദേ വർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്, പക്ഷെ അവർക്ക് ആ ഒരു കഥകളൊന്നും വായിക്കാൻ പറ്റിയിരുന്നില്ല അല്ലേ. ബട്ട് ദേ ഇമേജിനഡ് സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്. പക്ഷെ അവർ ആ ഒരു ചിത്രങ്ങൾ നോക്കിയിട്ട് അവരിങ്ങനെ ഓരോ സ്റ്റോറീസ് ഇങ്ങനെ ഇമേജിൻ ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ദ ചിൽഡ്രൻ കീപ് വാച്ചിങ് അണ്ടിൽ ദീദീസ് റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്? എന്തുകൊണ്ടാണ് ആ ഒരു ചിൽഡ്രൻസ് ആ ഒരു ദീദിയുടെ റെഡ് ദുപ്പട്ട കാണാതാവുന്നത് വരെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ നോക്കിയിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ് വെരി മച്ച് ആൻഡ് വാണ്ടഡ് ടു കീപ് ഹെർ കമ്പനി. അപ്പോൾ എന്താണ്? ദീദിയുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ് അവരത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ആ കുട്ടികൾ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് ആ ഒരു കമ്പനി കീപ്പ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു അല്ലേ. അവർക്ക് ആ കമ്പനി കീപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ദീദിയുടെ റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ് ആവുന്നത് വരെ അവരിങ്ങനെ നോക്കി നിന്നിരുന്നത്. അടുത്തതാണ് അവർ ദീദി. ദീദി ബിഗിൻ ടു കം എവ്രി ഡേ. അപ്പോൾ ദീദി എന്താണ്? എല്ലാ ദിവസവും വരാൻ തുടങ്ങി. ദേ സാറ്റ് വിത്ത് ഹെർ ആൻഡ് ലിസ്ണഡ് ടു ദ സ്റ്റോറീസ്. അവളുടെ കൂടെ അവരെല്ലാവരും ഒരുമിച്ചിരിക്കും. എന്നിട്ട് അവർ പറഞ്ഞു തരുന്ന സ്റ്റോറീസൊക്കെ അവർ നന്നായി കേൾക്കും. വാട്ട് ഫാന്റാസ്റ്റിക് ടെയിൽസ് ദീദി റീഡ് ഔട്ട് ടു ദം. അപ്പോൾ അവർ പറയുകയാണ്, ദീദി എന്തൊരു രസകരമായ, എന്തൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ് ദീദി ഞങ്ങൾക്ക് വായിച്ചു തന്നത് എന്ന് പറയുന്നുണ്ട്. സ്ലോലി ദേ ബിഗൻ ടു റെക്കഗ്നൈസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. അപ്പോൾ എന്താണ്? അവർ പതുക്കെ ലെറ്റേഴ്സും വേർഡ്സും എല്ലാം ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി അല്ലേ. അവർ ഓരോന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ബിഫോർ ലോങ് ദേ വർ റീഡിങ് സ്റ്റോറീസ് ടു. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം അവരും സ്റ്റോറി വായിക്കാൻ തുടങ്ങുകയാണ്. ദേ ബിഗൻ ടു ലവ് ദെയർ ദീദി ഡീപ്ലി. അപ്പോൾ എന്താണ്? അവർ ആഴത്തിൽ അവരുടെ ദീദിയെ, ഡീപ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിൽ എന്നാണ് അർത്ഥം. അവരുടെ ദീദിയെ ആഴത്തിൽ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. ദേ ഡിസൈഡഡ് ടു ഡെക്കറേറ്റ് ദീദി സീറ്റ്. അവർ ദീദി അവരെ പഠിപ്പിച്ചു കൊടുക്കാനിരിക്കുന്ന ആ ഒരു സീറ്റ് അവർ അലങ്കരിക്കാൻ തീരുമാനിച്ചു അല്ലേ. ദേ ബോട്ട് എ ചെയർ. അവരൊരു ചെയർ വാങ്ങിച്ചു. എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ്. ഒരു കാർപ്പറ്റിൻ്റെ കഷ്ണവും അതുപോലെ കർട്ടൻസ് ഒക്കെ വാങ്ങിച്ചു. ബൈ നൗ ദീദി സ്പേസ് ലുക്ക്ഡ് ലവ്ലി. അപ്പോൾ ഇന്ന് മുതൽ എന്താണ്? ദീദിയുടെ സ്പേസ് ഭയങ്കര നല്ല ലവ്ലി ആയിട്ട് കാണാൻ തുടങ്ങി. ബട്ട് ദീദി ഡിഡ് നോട്ട് കം. പക്ഷേ എന്താണ്? ദീദി വന്നില്ല അല്ലേ. ദ നെക്സ്റ്റ് ഡേ ടു ഷീ ഡിഡ് നോട്ട് കം. പിറ്റേ ദിവസവും ദീദി വന്നില്ല. ദ ചിൽഡ്രൻ വർ വെറീഡ്. അപ്പോൾ ചിൽഡ്രൻസിനൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാവാൻ തുടങ്ങി. യെറ്റ് ദേ കണ്ടിന്യൂ ടു വെയിറ്റ്. പക്ഷെ അവർ ആ ഒരു ദീദിയെ കാത്തിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്തു അല്ലേ. ബട്ട് ഷീ ഡിഡിൻ കം. പക്ഷേ അവൾ വന്നില്ല അല്ലേ. അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദീസ് സീറ്റ്. എങ്ങനെയാണ് ദീദിയുടെ സീറ്റ് കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഭംഗിയുള്ളതാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം താഴെ നൽകിയിട്ടുണ്ട്. ആൻസർ: ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈഡ് ദീദീസ് സീറ്റ് ബൈ ബ്രിങ്ങിങ് എ ചെയർ, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ് ടു ഡെക്കറേറ്റ് ഹെർ സ്പേസ്. അപ്പോൾ എങ്ങനെയാണ് അവർ ആ ഒരു ദീദിയുടെ സീറ്റ് ബ്യൂട്ടിഫൈ ചെയ്തത്? അവർ ഒരു ചെയർ വാങ്ങിച്ചു അല്ലേ. അതുപോലെ തന്നെ ഒരു കാർപ്പറ്റ് മീൻസ് പരവതാനിയാണ് കേട്ടോ. പരവതാനിയുടെ പീസ് വാങ്ങിച്ചു. അതുപോലെ കുറച്ച് കർട്ടൻസ് വാങ്ങിച്ചു. എന്നിട്ട് ആ ഒരു സ്പേസ് ഡെക്കറേറ്റ് ചെയ്തെടുത്തു അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദീദി, ക്യാൻ യു ഗസ്. എന്തായിരിക്കും ദീദിക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നമ്മളോടൊന്ന് ഗസ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ദീദി മൈറ്റ് ഹാവ് ഫാലൻ ഇൽ ഓർ ഹാഡ് അനദർ റീസൺ ദാറ്റ് പ്രിവെൻറ്റഡ് ഹെർ ഫ്രം കമ്മിങ് ടു ദ ചിൽഡ്രൻ. അപ്പോൾ എന്താണ്? ചിലപ്പോൾ ദീദിക്ക് അസുഖം വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. വരാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ റീസൺസ് ഉണ്ടായിരിക്കും ആ ചിൽഡ്രൻസിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്തതായിട്ട് അല്ലേ. The clue.
വൺ ഡേ ഇൻ എ ബുക്ക് ദേ സോ ദീദീസ് അഡ്രസ് റിട്ടേൺ ഇൻ ദ ലാസ്റ്റ് പേജ്. അപ്പോൾ എന്താണ്, ഒരു ദിവസം ഈ കുട്ടികൾ ദീദിയെ അന്വേഷിക്കുകയാണല്ലേ. അപ്പോൾ ആ ദീദിയുടെ അഡ്രസ്സ് അവരുടെ ആ ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ കാണുകയാണ്. ദേ നോട്ടഡ് ഇറ്റ് ഡൗൺ. എന്നിട്ട് അവർ നോട്ട് ചെയ്യുകയും ചെയ്തു. എക്സൈറ്റഡ്ലി ദേ വെന്റ് ഇൻ സെർച്ച് ഓഫ് ഹെർ. അങ്ങനെ ആകാംക്ഷയോടെ അവർ ആ ഒരു ദീദിയെ സെർച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അവരെ തെരഞ്ഞു പോവുകയാണ്. ദേ ക്യാരിഡ് ദ ബുക്സ് വിത്ത് ദം. ആ ബുക്കുകളും അവരുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ എന്താണ്, പിന്നീട് അവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു ബസ്സിൻ്റെ നമ്പറും അതേപോലെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനം എന്നാണ് അർത്ഥം. അപ്പോൾ അവർക്ക് പോകാനുള്ള ആ ഒരു ലക്ഷ്യസ്ഥാനവും അവർ നോക്കി വായിക്കുകയാണ്. ദേ ട്രാവൽഡ് ടു ദീദീസ് പ്ലേസ്. അങ്ങനെ അവർ ദീദിയുടെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുകയാണല്ലേ. ദേ സെർച്ച്ഡ് ഫോർ ഹെർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. അങ്ങനെ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു ദീദിയുടെ വീട് തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷെ അവർക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അല്ലേ. ടയേർഡ് ആൻഡ് സാഡ് ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. അങ്ങനെ അവരാകെ ടയേർഡ് ആവുകയും ആകെ വിഷമത്തിലാവുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അവരെന്താക്കി, അവർ തിരിച്ചു പോകാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ജസ്റ്റ് ആസ് ദേ വർ റിട്ടേണിങ്. അങ്ങനെ അവർ റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് സംവൺ സോ എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ്. ആരോ അവരിൽ ഒരാൾ കാണുകയാണ്, ഒരു റെഡ് ദുപ്പട്ട ഒരു ടെറസമ്മേ കാണുകയാണല്ലേ. ദേ റാൻ ടു ദാറ്റ് ഹൗസ്. അങ്ങനെ അവർ ആ ഒരു വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. ദേ സോ ദീദി ലൈങ് ഇൻ ദ ബെഡ്. അങ്ങനെ അവർ കാണുകയാണ് ആ ഒരു വീട്ടിൽ ഒരു ബെഡിൽ ദീദി ഉറങ്ങുന്നത് അല്ലേ, കിടക്കുന്നത് കാണുകയാണ്. ഷീ ലുക്ക്ഡ് വെരി ഇൽ. അവൾക്ക് ഭയങ്കര അസുഖമുള്ളതായിട്ട് അവർക്ക് തോന്നുകയാണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്. ദീദിയുടെ വീട് ആ കുട്ടികൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആൻസർ, ദ ചിൽഡ്രൻ ഫൗണ്ട് ദീദീസ് ഹൗസ് വെൻ സംവൺ സ്പോട്ടഡ് എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ്. അപ്പോൾ എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്, ആരോ അതിലൊരാൾ ഒരു റെഡ് ദുപ്പട്ട ഒരു ടെറസിന് മേലെ കണ്ടു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അവർ ദീദിയുടെ വീടാണിത് എന്നുള്ളത് കണ്ടുപിടിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് കുഡ് ബി ദീദീസ് ഫീലിങ്സ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ. ആ കുട്ടികളെ കണ്ടു കഴിയുമ്പോഴുള്ള ദീദിയുടെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കാം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ആൻസർ, ദീദി വുഡ് ലൈക്ലി ഫീൽ എ മിക്സ് ഓഫ് സർപ്രൈസ്, റിലീഫ് ആൻഡ് ജോയ് അപ്പൺ സീയിങ് ദ ചിൽഡ്രൻ. അപ്പോൾ ദീദി ആ കുട്ടികളെ കാണുമ്പോൾ ഒരുപക്ഷെ ദീദിക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും അല്ലേ. സർപ്രൈസ് ആവുക അല്ലേ, അവരെ കണ്ടതിൽ ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ആശ്വാസമായിരിക്കും, മാത്രമല്ല അവൾക്ക് നല്ല സന്തോഷവും ആയിരിക്കും അല്ലേ കുട്ടികളെ കാണുമ്പോൾ. അടുത്തതാണ് ദ മാജിക് ഓഫ് വേർഡ്സ്. വാക്കുകളിലുള്ള മാന്ത്രിക ശക്തി അല്ലേ. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. അപ്പോൾ ദീദി എന്താണ്, ദീദി ഭയങ്കര സന്തോഷവതിയാവുകയും അതുപോലെ ഭയങ്കര സർപ്രൈസ് ആവുകയും ചെയ്യുകയാണല്ലേ കുട്ടികളെ കാണുമ്പോൾ. ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. അങ്ങനെ അവൾ ആ ഒരു ബെഡിൽ ഇരുന്നു കൊണ്ട് അവരെ നോക്കിയിട്ട് സ്മൈൽ ചെയ്യുകയാണല്ലേ, ചിരിക്കുകയാണ്. ദ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ. അപ്പോൾ എന്താണ് ചിൽഡ്രൻസ് ചെയ്തത്, കുട്ടികൾ അവളുടെ ചുറ്റും ഇരുന്നു കൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് സ്റ്റോറി വായിച്ചു കൊടുക്കുകയാണല്ലേ. ടിയേഴ്സ് ഓഫ് ജോയ് ഫിൽഡ് ദീദീസ് ഐസ്. അപ്പോൾ എന്താണ്, ദീദിയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണീര് നിറയുകയാണല്ലേ. ഷീ ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. അങ്ങനെ അവൾ അവരെ കെട്ടിപ്പിടിക്കുകയും അവരെ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഷീ പ്രോമിസ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അങ്ങനെ അവർക്ക് ആ ഒരു കുട്ടികളോട് അവൾ പ്രോമിസ് ചെയ്യുകയാണ്, അടുത്ത ആഴ്ച നമ്മൾ എന്തായാലും കാണുമെന്നുള്ളത് അവർ പ്രോമിസ് ചെയ്യുകയാണല്ലേ. ദ ചിൽഡ്രൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. അങ്ങനെ ചിൽഡ്രൻസ് ഒക്കെ എന്താണ്, ദീദിയെ കണ്ട് സ്റ്റോറിയൊക്കെ വായിച്ചു കൊടുത്തിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്, നൗ ദീദി കംസ് എവറി ഡേ. പിന്നീട് അങ്ങോട്ട് ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി അല്ലേ. യു ക്യാൻ ഫൈൻഡ് ദം എവറി ഈവനിങ്. അവരെ എല്ലാ ഈവനിങ്ങിലും കണ്ടുപിടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ യു ക്യാൻ സീ ദം ലോഫിങ്. നമുക്ക് അവർ ചിരിക്കുന്നത് കാണാം. യു ക്യാൻ ഹിയർ ദം റീഡിങ്. അവൾക്ക് അവർ റീഡിങ് ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. അപ്പോൾ എന്താണ്, അവരെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ ചിൽഡ്രൻ ദെയർ ദീദി ആൻഡ് ദ ബുക്സ്. അപ്പോൾ എന്താണ്, ചിൽഡ്രനും അവരുടെ ദീദിയും പിന്നെ അതുപോലെ തന്നെ അവരുടെ ബുക്സും ആണല്ലേ. അതാണ് അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി എഴുതിയ പോയറ്റ് ആരാണ്, രുക്മിണി ബാനർജി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി. അപ്പോൾ നമുക്കിതിന് താഴെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ദീദീസ് അറൈവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലീവ്സ്? അപ്പോൾ എങ്ങനെയാണ് ദീദിയുടെ ഈ വരവ് കുട്ടികളുടെ ജീവിതവുമായി മാറ്റം സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ആൻസർ എന്താണ്? ദീദീസ് അറൈവൽ ബ്രോഡ് ജോയ്, ലോട്ടർ ആൻഡ് ദ മാജിക് ഓഫ് സ്റ്റോറീസ് ഇൻ ടു ദ ചിൽഡ്രൻസ് ലീവ്സ്. ദേ ലേൺഡ് ലെറ്റേഴ്സ് ആൻഡ് ഹൗ ടു റീഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ ദീദിയുടെ അറൈവൽ അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്? അവർ ദീദി വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ സന്തോഷമൊക്കെ വന്നല്ലേ. പിന്നെ മാത്രമല്ല ആ ചിൽഡ്രൻസിൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്റ്റോറിയൊക്കെ ഒരു മാജിക് ആയിട്ട് മാറിയല്ലേ. അതുപോലെ തന്നെ അവർ പുതിയ ലെറ്റേഴ്സും അതുപോലെ വായിക്കാനൊക്കെ പഠിച്ചു അല്ലേ. ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? എന്താണ് ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ജോയ് ഓഫ് റീഡിങ്. വായനയുടെ സന്തോഷം ആണല്ലേ ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ്. അടുത്തത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ പോസ്റ്റർ, പ്രിപ്പയർ എ സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ ടു പ്രൊമോട്ട് റീഡിങ്. അപ്പോൾ എന്താണ്? താഴെ നമുക്കൊരു പോസ്റ്റർ നൽകിയിട്ടുണ്ട് അല്ലേ. അതൊരു ഡിജിറ്റൽ പോസ്റ്ററാണ്, അതായത് നമ്മൾ ഫോണിലൊക്കെ ഉണ്ടാകുന്ന ഒരു പോസ്റ്ററാണ്. അപ്പോൾ അതുപോലെയുള്ള അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് കൂട്ടുകാരോട് പറയുന്നത്. അപ്പോൾ എന്താണ്? ബുക്സ് ദ ബെസ്റ്റ് കമ്പനി യു ക്യാൻ കീപ്പ് എന്നൊക്കെ എഴുതിയിട്ട് ബുക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മൈൻഡ്, ഹേർട്ട് ആൻഡ് സോൾ എന്നൊക്കെ എഴുതിയിട്ടൊരു വേൾഡ് ബുക്ക് ഡേ April 23 ഒരു പോസ്റ്ററാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഓപ്പൺ ദ ബുക്ക് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ കോഡ്സ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ഡിജിറ്റൽ പോസ്റ്റർ, അതായത് റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പോസ്റ്റർ കൂട്ടുകാരോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ള ഒരു വർക്കാണ്. ഞാൻ കുറച്ച് മോഡൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നെവർ സ്റ്റോപ്പ് റീഡിങ്, റീഡിങ് ബിൽഡ്സ് യുവർ ഇമാജിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പിക്ചറൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഡിജിറ്റൽ പോസ്റ്റേഴ്സാണ് കൂട്ടുകാർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ടീച്ചറോട് ഹെൽപ്പ് ചോദിച്ചിട്ട് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നെല്ലാം ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ. കൂട്ടുകാരുടെ ടീച്ചർ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 2, നിന്നു സോ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ഇൻ എ സ്കൂൾ ബസ്. ഒരു സ്കൂൾ ബസ്സിൽ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുന്നത് നിന്നു കാണുകയാണ്. റൈറ്റ് ഹെർ തോട്ട്സ്. അപ്പോൾ അവളുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ തോട്ട്സ് നമ്മളോട് ഒരുപാട് എക്സാമിനൊക്കെ എഴുതാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ കൂട്ടുകാർ ഇത് നന്നായി ശ്രദ്ധിക്കണം, നന്നായി പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ തോട്ട്സ് ഓഫ് നിന്നുവിൻ്റെ ചിന്തകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ലൈൻ നമുക്ക് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ഹൗ ലക്കി ദേ ആർ. എന്തൊരു ഭാഗ്യവാന്മാരാണ് അവരെന്ന് നിന്നു ചിന്തിക്കുന്നുണ്ട്. അതുപോലെ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ഐ വിഷ് ഐ കുഡ് ഗോ ടു സ്കൂൾ ഓൺ എ ബിഗ് യെല്ലോ ബസ് ലൈക്ക് ദാറ്റ് ടു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വലിയ യെല്ലോ ബസ്സിൽ എനിക്കും ഒരിക്കൽ ഒരു സ്കൂളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്, എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് സോ മച്ച് ഫൺ ടു റൈഡ് വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഇതുപോലെ ഇങ്ങനെ പോവാൻ നല്ല രസമായിരിക്കും എന്ന് നിന്നു ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ദേ മസ്റ്റ് ബി സോ എക്സൈറ്റഡ് ടു ഗോ ടു സ്കൂൾ എവറി ഡേ. അപ്പോൾ എല്ലാ ദിവസവും അവർ സ്കൂളിലേക്ക് പോകാൻ ഒരുപാട് ആകാംക്ഷയോടെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക എന്ന് ചിന്തിക്കുന്നുണ്ട്. ഐ ഹോപ്പ് വൺ ഡേ ഐ ക്യാൻ ഓൾസോ എക്സ്പീരിയൻസ് റൈഡിങ് എ സ്കൂൾ ബസ്. അപ്പോൾ എനിക്കും ഒരു ദിവസം ഇതുപോലെ സ്കൂൾ ബസ്സിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അവിടെ നിന്നു ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നിന്നുവിൻ്റെ ചിന്തകൾ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളോട് തോട്ട്സ് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. അടുത്തതാണ് ആക്ടിവിറ്റി 3, ദ വേർഡ്സ് ആർ ജംബ്ലഡ്, റീഅറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് മീനിങ് ഫുൾ സെൻറ്റൻസസ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു 5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. സെൻറ്റൻസ് കറക്റ്റ് ആയിട്ടല്ല. അപ്പോൾ നമ്മളോട് ആ വേർഡ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ സെൻറ്റൻസിൽ ഏതൊക്കെ വേർഡ്സാണ് കൊടുത്തിട്ടുള്ളത്? വോർ, ഷീ, ദുപ്പട്ട, റെഡ്, എ എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്താണ് കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ? ഷീ വോർ എ റെഡ് ദുപ്പട്ട. അവളൊരു റെഡ് ദുപ്പട്ട ധരിച്ചിട്ടുണ്ട് എന്നാണല്ലേ എഴുതേണ്ടത്. രണ്ടാമത്തേതിൽ ഏതൊക്കെ വേർഡ്സാണ് നൽകിയിരിക്കുന്നത്? ഷീ, ടു, ദം, വീക്ക്, മീറ്റ്, നെക്സ്റ്റ്, പ്രോമിസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സെൻറ്റൻസ് ആക്കി മാറ്റുക? ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് തന്നെ അവരെ കാണാം എന്നുള്ളത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അടുത്ത മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തെ വേർഡ്സ് ഏതൊക്കെയാണ് നൽകിയിരിക്കുന്നത്? സ്റ്റാർട്ടഡ്, ദീദി, പിന്നെ
പിന്നെ കമ്മിങ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ദീദി സ്റ്റാർട്ടഡ് കമ്മിങ് എവറി ഡേ. ദീദി പിന്നെ എല്ലാ ദിവസവും വരാൻ തുടങ്ങി എന്നാണല്ലേ. ഫോർത്ത് എന്താണ്? ക്ലോസർ, ദ ചിൽഡ്രൻ, ക്യൂരിയസ് ആൻഡ് ഇഞ്ചർഡ് വേർ എന്നുള്ള വേർഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്യും? ദ ചിൽഡ്രൻ വേർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചർഡ് ക്ലോസർ. അപ്പോൾ ചിൽഡ്രൻസ് എല്ലാം ആകാംക്ഷഭരിതരായിട്ട് കുറച്ച് നീങ്ങിയിരുന്നു അല്ലേ അവളുടെ അടുത്തേക്ക്. ഫിഫ്ത്ത് വണ്ണിൽ ഏതൊക്കെ വേർഡ്സ് ആണ് നൽകിയിരിക്കുന്നത്? കുഡ്, ബസ് നമ്പർ, ദ ചിൽഡ്രൻ, നൗ, ദ റീഡ്. അതെങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യുക? നൗ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ. അപ്പോൾ ഇപ്പോൾ അവർക്ക് എല്ലാ ചിൽഡ്രൻസിനും ബസ് നമ്പർ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു സെൻറ്റൻസ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഒരുപാട് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ടുണ്ടെങ്കിൽ അത് സെൻറ്റൻസ് ആക്കി മേക്ക് ചെയ്യേണ്ടത് ഇതുപോലെയാണ്. അടുത്തത് ആക്ടിവിറ്റി 4. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസസ്. ഹിയർ, അറ്റ് ആൻഡ് ഫോർ ആഡ് മീനിങ് ടു ദ സെൻറ്റൻസസ്. അപ്പോൾ എന്താണ്? താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിലെ ചില വേർഡ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ അറ്റ്, ഫോർ എന്ന് പറയുന്ന വേർഡ്സിനാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ആ ഫോർ, അറ്റ് എന്ന് പറയുന്ന വേർഡ്സ് ആണ് ആ സെൻറ്റൻസുകൾക്ക് മീനിങ് നൽകുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ആ സെൻറ്റൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. ചിൽഡ്രൻസിനോട് അവൾ സ്മൈൽ ചെയ്തു എന്നുള്ള സെൻറ്റൻസ് ആണല്ലേ. അപ്പോൾ അറ്റാണ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ദേ സെർച്ച്ഡ് ഫോർ ഹെർ അഡ്രസ്. അവർ അവളുടെ അഡ്രസ്സ് തെരഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഏത് വേർഡാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്? ഫോർ എന്നുള്ള വേർഡാണ് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫിൽ ദ സെൻറ്റൻസസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, താഴെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റൻസ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആ ഒരു ബ്രാക്കറ്റിൽ നിന്നുള്ള വേർഡ്സ് എടുത്ത് എഴുതിയിട്ടാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിൽ എന്തൊക്കെ വേർഡ്സ് ആണ് നൽകിയിട്ടുള്ളത്? ഓവർ, അണ്ടർ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിസൈഡ്, ബിറ്റ്വീൻ. അപ്പോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ എന്നാണല്ലേ അർത്ഥം. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ എന്നാണ് അർത്ഥം. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്സ്. ഇനി നമുക്ക് ആ സെൻറ്റൻസുകളൊന്ന് ഫില്ല് ചെയ്യാം അല്ലേ. അപ്പോൾ സെൻറ്റൻസ് നോക്കാം. ദിസ് ഈസ് സിംനൂസ് റൂം. സിംനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ റൂമാണത്. സിംനു ഈ സ്റ്റാൻഡിങ്. സിംനു എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഡാഷ് ദ ടേബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിളിൻ്റെ എവിടെയാണ് സിംനു നിൽക്കുന്നത്? ഫ്രണ്ടിലാണല്ലേ. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് എന്നാണ് എഴുതേണ്ടത്. അടുത്തത് ഹെർ ബോൾ ഈസ് ഡാഷ് ടു ടേബിൾസ്. അവളുടെ ബോൾ എവിടെയാണ് കിടക്കുന്നത്? രണ്ട് ടേബിൾസിൻ്റെയും ഇടയിലാണല്ലേ. അപ്പോൾ ഇടയിൽ എന്നുള്ളത് നമ്മൾ ഏത് വേർഡാണ് എഴുതുക? ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡാണ് എഴുതുക. അടുത്തത് ഹെർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ് ഡാഷ് ദ ടേബിൾ. എങ്ങനെയാണ് ആ ഒരു പെറ്റ് റാബിറ്റ് ടേബിളിൻ്റെ അതിലൂടെ ജമ്പ് ചെയ്യുന്നത്? ടേബിളിൻ്റെ മേലെ കൂടെയാണല്ലോ. അപ്പോൾ മേലെ എന്നുള്ളതിന് നമ്മൾ ഓവർ എന്നാണ് പറയുക. അപ്പോൾ ഹെർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ് ഓവർ ദ ടേബിൾ. അടുത്തത് ഹെർ കാറ്റ് ഈസ് ലൈയിങ് ഡാഷ് ദ ടേബിൾ. അവളെ കാറ്റ് ടേബിളിൻ്റെ എവിടെയാണ് കിടക്കുന്നത്? ടേബിളിൻ്റെ താഴെയാണല്ലേ. അപ്പോൾ ഹെർ കാറ്റ് ഈസ് ലൈയിങ് അണ്ടർ ദ ടേബിൾ. അപ്പോൾ അണ്ടർ എന്നാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതാണ് ആക്ടിവിറ്റി 5. റീഡ് ദ ഫോളോവിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. താഴെ നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ടല്ലേ. ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിക്കാനും താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫില്ല് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താണെന്ന്. സതി MV ഈസ് ഓൺ എ റീഡിംഗ് സ്പ്രീ. സതി MVയുടെ റീഡിങ്ങിനോടുള്ള ആവേശമാണ് അവിടെ ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കഞ്ഞങ്ങാട് voracious reader, Sadi is living with a rare disorder making it difficult for her to walk. വായനോട് ആർത്തിയുള്ള, അതായത് വായനോട് അത്രയും അധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അല്ലേ സതി എന്ന് പറയുന്നത്. അപ്പോൾ സതി എങ്ങനെയാണ് ജീവിക്കുന്നത്? അവൾക്ക് നടക്കാൻ സാധിക്കില്ല അല്ലേ. നടക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ഒരു റയർ ആയിട്ടുള്ള, ആർക്കും അധികം ഇല്ലാത്തൊരു റയർ ആയിട്ടുള്ള ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ് സതി എന്ന് പറയുന്നത്. ഷീ ഹാസ് ബീൻ ബെഡ് റിഡൻ ഫോർ ദ പാസ്റ്റ് 25 years. അപ്പോൾ എന്താണ്? അവൾ ഒരു 25 വർഷമായിട്ട് അവൾ കിടപ്പിലാണല്ലേ. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിസീസ് ഷീ ലവ്സ് റീഡിങ്. ഈ ഒരു അസുഖത്തിൻ്റെ ഇടയിലാണെങ്കിൽ കൂടെ അവൾക്ക് വായിക്കുന്നത് അത്രയും അധികം ഇഷ്ടമായിരുന്നു അല്ലേ. അവൾ ആ ഒരു വായനയോട് അത്രയും അധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. സിറ്റിംഗ് ഇൻ ബെഡ് ഷീ ഹാസ് റീഡ് മോർ ദാൻ 2000 ബുക്സ് ആൻഡ് റിവ്യൂഡ് ദം. അപ്പോൾ എന്താണ്? അവൾ
ബെഡിലിരുന്നു കൊണ്ട് തന്നെ 2000 ബുക്ക് വായിക്കുകയും അത് റിവ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. ഷീ സെയ്സ് ഹാപ്പിലി മൈ ഫാദർ സിവിക് കൊടക്കാട് ഈസ് ദ പേഴ്സൺ ഹൂ ലെഡ് മീ ടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് റീഡിങ്. അവളെ എത്രയും സന്തോഷത്തോടു കൂടി പറയുമായിരുന്നു, എൻ്റെ അച്ഛൻ സിവിക് കൊടക്കാട് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ ഈ ഒരു അത്ഭുതകരമായ വായനയുടെ ലോകത്തേക്ക് നയിച്ചത് എന്ന് പറയുമല്ലേ. ഹി ഓൾസോ മോട്ടിവേറ്റഡ് മീ ടു റൈറ്റ് ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾസ് എഴുതാനും അദ്ദേഹം അവളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുമായിരുന്നു, അവളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഹെർ ബയോഗ്രഫി റീഡ് ആൻഡ് ഫോർഗെറ്റ് പെയിൻ. അപ്പോൾ അവളുടെ ബയോഗ്രഫിയാണ് എന്ത്, റീഡ് വായിക്കൂ എന്നിട്ട് വേദനയെ മറക്കൂ എന്ന് പറയുന്നത് അവളുടെ ഒരു ബയോഗ്രഫിയാണ്. വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്സ് ആസ് എ മോട്ടിവേഷണൽ സ്റ്റോറി. അപ്പോൾ അത് ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് എ കളക്ഷൻ ഓഫ് മോർ ദാൻ 400 ലെറ്റേഴ്സ് ഫ്രം ഫേമസ് റൈറ്റേഴ്സ്. 400 ലെറ്റേഴ്സ് അവൾക്ക് ലഭിച്ചിട്ടുണ്ട് കുറേ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഷി ഹാസ് റിസീവ്ഡ് അവാർഡ്. ഹെർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡഡ് ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കാൽവരയിലെ മാലാഖ. അവളുടെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ്? ഗുളിക വരച്ച ചിത്രങ്ങൾ, അതുപോലെ കാൽവരയിലെ മാലാഖ എന്ന് പറയുന്നതൊക്കെ അവളുടെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ആണ്. അവൾക്ക് ഒരുപാട് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. അത് എന്താണ്, സർഗപ്രതിഭ നാഷണൽ അവാർഡൊക്കെ അവൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതാണ് സതി എം വി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇവിടെ നമുക്ക് സതി എം വി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് എത്രത്തോളം റീഡിങ്ങിനോട് ഇഷ്ടമുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്? എന്തിനെ കുറിച്ചാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തിനെ കുറിച്ചാണ്? ദ ന്യൂസ് റിപ്പോർട്ട് ഈസ് അബൌട്ട് സതി എം വിയെ കുറിച്ചാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സതീസ് പ്രോബ്ലം? എന്താണ് സതിയുടെ പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആൻസർ? ഷീ ഹാസ് എ റയർ ഡിസോർഡർ ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ഹെർ ടു വാക്ക്, ലെഡിങ് ടു ഹെർ ബീയിങ് ബെഡ് റിഡൻ ഫോർ ദ പാസ്റ്റ് 25 ഇയേഴ്സ്. അപ്പോൾ എന്താണ്, അവൾക്ക് ഒരു റയർ ആയിട്ടുള്ള ഡിസോർഡർ ആണ്, അത് അവൾക്ക് നടക്കാൻ സാധിക്കില്ല അല്ലേ. മാത്രമല്ല 25 വർഷമായിട്ട് അവൾ ബെഡിൽ കിടക്കുക തന്നെയാണ്, നടക്കാനൊന്നും സാധിക്കില്ല അല്ലേ. അതാണ് സതിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, വേർ ഈസ് ദിസ് ന്യൂസ് റിപ്പോർട്ട് ഫ്രം? എവിടെ നിന്നാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ദ ന്യൂസ് റിപ്പോർട്ട് ഈസ് ഫ്രം കഞ്ഞങ്ങാട് നിന്നാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് മേജർ അവാർഡ് ഡിഡ് സതി റിസീവ്? ഏത് മേജർ അവാർഡാണ് സതിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? ഈ സർഗപ്രതിഭ നാഷണൽ അവാർഡാണ് സതിക്ക് ലഭിച്ചിട്ടുള്ള അവാർഡ്. അടുത്തത് ഹൂ മോട്ടിവേറ്റഡ് സതി? ആരാണ് സതിയെ മോട്ടിവേറ്റ് ചെയ്തത്? ആൻസർ ഹെർ ഫാദർ സിവിക് കൊടക്കാട് ആയിട്ടുള്ള അവളുടെ ഫാദർ ആണല്ലേ അവളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഗുളിക വരച്ച ചിത്രങ്ങൾ, കൽവറയിലെ മാലാഖ. അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ആക്ടിവിറ്റി 6 എന്താണ്, ക്രിയേറ്റ് യുവർ ഓൺ ബുക്ക്. നമ്മളെ സ്വന്തമായിട്ടുള്ള ബുക്ക് ഉണ്ടാക്കാനാണ് പറയുന്നത് അല്ലേ. ക്രിയേറ്റ് എ സിമ്പിൾ ഇല്ലുസ്ട്രേറ്റഡ് ബുക്ക് ഓഫ് യുവർ ഓൺ. യു ക്യാൻ ഡ്രോ സ്യൂട്ടബിൾ പിക്ചേഴ്സ് ആൻഡ് കളർ ദം. വാട്ട് സ്റ്റോറീസ് വിൽ യു ആഡ് ഇൻ യുവർ ബുക്ക്? അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു സിമ്പിളായിട്ടുള്ള അതേപോലെ ഒരുപാട് ചിത്രങ്ങളൊക്കെയുള്ള ഒരു ബുക്ക്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ബുക്ക് ഉണ്ടാക്കാനാണ് പറയുന്നത് അല്ലേ. കൂട്ടുകാരോട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ആ ഒരു ബുക്കിൽ നിങ്ങൾ എന്താണ് സ്റ്റോറിയാണോ എഴുതുന്നത് എങ്കിൽ ആ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കുകയും അതിന് നല്ല കളർ കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ സ്റ്റോറി ആയിരിക്കും ആ ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ആ ബുക്കിൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റോറി ആയിരിക്കും എഴുതുക എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, വിൽ ഇറ്റ് ബി പിക്ചർ സ്റ്റോറീസ്? ചിലപ്പോൾ അത് പിക്ചർ സ്റ്റോറീസ് ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. പിക്ചറൊക്കെ ഉള്ള സ്റ്റോറീസ് ആയിരിക്കുമോ? അതോ വിൽ യു ഇൻക്ലൂഡ് പോയംസ്? നിങ്ങൾ അതിൽ പോയംസ് ഇൻക്ലൂഡ് ചെയ്യുമോ? ഹൗ വിൽ യു ഡിസൈൻ ദ കവർ? നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. പ്രിപ്പയർ ദ സ്റ്റോറി ബുക്ക് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങളൊരു സ്റ്റോറി ബുക്ക് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ള ഒരു വർക്കാണ്. നിങ്ങളൊരു ബുക്കിൽ ഒരു നല്ല സ്റ്റോറി ബുക്കോ അല്ലെങ്കിൽ ഒരു പോയംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കോ ആട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കവർ പേജൊക്കെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറിക്ക് അനുയോജ്യമായ പിക്ചേഴ്സൊക്കെ അതിൻ്റെ അടുത്ത് വരച്ചിട്ട് കളറൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിലുള്ളൊരു സ്റ്റോറി ബുക്ക് നിങ്ങളോട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അത്
ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ്. കൂട്ടുകാരെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടുകാരൊരു സ്റ്റോറി ബുക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടുത്തത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ക്രാഫ്റ്റ് കോർണർ. ഡിസൈൻ ബുക്ക് മാർക്സ് യൂസിങ് ചാർട്ട് പേപ്പർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളേഴ്സ് ഉള്ള ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങളോടൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ബുക്ക് മാർക്ക് എന്താണ്? ദ ചിൽഡ്രൻ ലവ്ഡ് ദ ബുക്സ് ദേ ഡിഡ്ന്റ് വാണ്ട് ടു സ്പോയിൽ ഇറ്റ് ബൈ ഫോൾഡിങ് ദ പേജസ്. അപ്പോൾ എന്താണ്, കൂട്ടുകാർക്ക് എല്ലാവർക്കും ബുക്സ് ഇഷ്ടമാണല്ലേ. പക്ഷെ ചിലവർക്കൊന്നും ഈ ബുക്ക് ഇങ്ങനെ മടക്കി വെക്കുന്നത് അത്ര ഇഷ്ടം ഉണ്ടായില്ല. ചിലവരിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് ഏത് പേജാണ് ആ ബുക്കിൽ വായിച്ചത് എന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി വെക്കുമല്ലേ. പക്ഷെ അത് നമ്മളെ ബുക്ക് നാശമാക്കും അല്ലേ പെട്ടെന്ന്. സോ ദേ ഡിസൈഡഡ് ടു മേക്ക് ബുക്ക് മാർക്സ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്തു അല്ലെ, തീരുമാനിച്ചു. ഹെൽപ്പ് ദം ടു മേക്ക് ബ്യൂട്ടിഫുൾ ബുക്ക് മാർക്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ അവർ ബുക്ക് മാർക്സ് ഉണ്ടാക്കാൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്സ് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സം സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. കുറച്ച് സാമ്പിൾസ് നമുക്ക് താഴത്ത് നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു ഫ്രോഗിൻ്റെ ഷേപ്പിലുള്ള ഒരു ബുക്ക് മാർക്കും അതേപോലെ നല്ല രസത്തിലുള്ള ബുക്ക് മാർക്സും ഒക്കെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ബുക്ക് മാർക്സിൽ തന്നെ അവർ കോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. റീഡിങ് ഈസ് ഡ്രീമിങ് വിത്ത് ഓപ്പൺ ഐസ് എന്നും ഒക്കെ പറഞ്ഞിട്ട് കുറേ കോട്ട്സ് ഒക്കെ എഴുതി കൊടുത്തിട്ടുള്ളൊരു ഭംഗിയിലുള്ള ഒരു ബുക്ക് മാർക്സ് ആണല്ലേ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ബുക്ക് മാർക്സ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ട്രൈ ടു മേക്ക് എ ബുക്ക് മാർക്ക്. നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 10 സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ആസ് ഷോൺ ഇൻ പിക്ചർ 1. അപ്പോൾ അവിടെ പിക്ചർ 1 കൊടുത്തിട്ടുള്ളത് പോലെ ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുക്കാൻ പറയുന്നുണ്ട്. സെക്കൻഡ് വൺ എന്താണ്? പുട്ട് ദ പേപ്പർ ആസ് ഷോൺ ഇൻ പിക്ചർ 2 ആൻഡ് മാർക്ക് എക്സ് ഓൺ അപ്പർ ആൻഡ് വൈ ഓൺ ലോവർ പാർട്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് പോലെ പേപ്പറിന് നമ്മളോട് പിടിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലത്തെ പോർഷൻ എക്സ് ആയിട്ടും താഴത്തെ പോർഷൻ വൈ ആയിട്ടും നമ്മളോട് എടുക്കാൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ സ്ക്വയർ പേപ്പറിന് നമ്മളൊന്ന് തിരിച്ചു കൊടുത്താൽ ആ ഒരു ഷേപ്പ് ആവും കേട്ടോ കൂട്ടുകാരെ. തേർഡ് എന്താണ്? ഫോൾഡ് ദ പേപ്പർ ആസ് ഷോൺ ഇൻ ദ പിക്ചർ 3 വൈ പാർട്ട് ടുവേർഡ്സ് എക്സ്. ആ വൈ പാർട്ട് എക്സിലോട്ട് ആവുന്നത് പോലെ നമ്മളോട് ആ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത് പോലെ മടക്കാൻ പറയുന്നുണ്ടല്ലേ. നടുവിൽ വെച്ചിട്ട് മടക്കാൻ പറയുന്നുണ്ട്. അത് വൈ പാർട്ട് എക്സ് പാർട്ടിലേക്കാണ് കേട്ടോ മടക്കേണ്ടത്. താഴെയുള്ളത് മേലോട്ട് മടക്കണം. അപ്പോൾ ഫോർത്ത് വൺ എന്താണ്? നൗ യുവർ പേപ്പർ വിൽ ബി ഷോൺ ഇൻ പിക്ചർ 4. അപ്പോൾ പിക്ചർ 4 പോലെ ആയിരിക്കും നിങ്ങളുടെ പേപ്പർ ഇപ്പോൾ ഉണ്ടായിരിക്കുക. 5 എന്താണ്? ഫോൾഡ് ദ വൈ പാർട്ട് അപ്പർ പാർട്ട് ഓഫ് പേപ്പർ ഡൗൺ ടു ടച്ച് ദ ബേസ്. മാർക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോർണർ ഓഫ് ബേസ് ആസ് പി ആൻഡ് ക്യൂ ആസ് ഷോൺ ഇൻ ദ പിക്ചർ 5. അപ്പോൾ ഈ പിക്ചർ 5 കൂട്ടുകാർ കണ്ടോ? പിക്ചർ 5 കൂട്ടുകാർ കണ്ടതുപോലെ ആ ഒരു വൈ പാർട്ടില്ലേ, അതായത് നമ്മളെ മേലെയുള്ള പാർട്ട് താഴോട്ട് ആ ഒരു ബേസിലോട്ട് ടച്ച് ചെയ്യുന്നത് പോലെ മടക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും കോർണറിനെ ബേസ് കോർണറിന് പിയും അതുപോലെ ബേസ് കോർണർ ആയിട്ടുള്ള പിയും ക്യൂവും അതിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് ഒരു അറ്റത്ത് ലെഫ്റ്റിൽ നമ്മളോട് പിയും റൈറ്റിൽ നമ്മളോട് ക്യൂവും ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നൗ ഫോൾഡ് ദ കോർണർ പി ടു ടച്ച് എക്സ് ആസ് ഷോൺ ഇൻ പിക്ചർ. ഇനി നമ്മളോട് പി എന്ന് പറയുന്നതില്ലേ, പി എന്ന് പറയുന്നത് നമ്മളോട് എക്സിലോട്ട് മടക്കാൻ പറയുന്നുണ്ട് അല്ലേ. 6th പിക്ചറിൽ കാണിച്ചതുപോലെയാണ് മടക്കേണ്ടത്. അതിനാണ് നമ്മളോട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറയുന്നത് കേട്ടോ, മാറിപ്പോവാതിരിക്കാനായിട്ട്. അടുത്തത് 7 എന്താണ്? ഫോൾഡ് ദ കോർണർ ക്യൂ ടു ടച്ച് എക്സ് ആസ് ഷോൺ ഇൻ പിക്ചർ 7. അപ്പോൾ നമ്മൾ പി എക്സിലോട്ട് മടക്കിയില്ലേ, അതുപോലെ നമ്മളോട് ക്യൂവും എക്സിലോട്ട് മടക്കാൻ പറയുന്നുണ്ട്. അവിടെ 7th പിക്ചറിൽ കാണിച്ചിട്ടില്ലേ, അതുപോലെയാണ് മടക്കേണ്ടത് കേട്ടോ. അടുത്തത് 8th വൺ എന്താണ്? മാർക്ക് എ ആൻഡ് ബി ഓൺ ബോട്ടം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. ഇൻസേർട്ട് കോർണർ പി ഫ്രം അപ്പ് ടു ഡൗൺ ടു പോക്കറ്റ് എ. ഇനി നമ്മൾ മടക്കി മേലോട്ട് മടക്കിയതിൽ ലെഫ്റ്റ് സൈഡിൽ എയും റൈറ്റ് സൈഡിൽ ബിയും ഇടാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോർണർ ആയിട്ടുള്ള പി ഇല്ലേ, ഫ്രം അപ്പ് ടു ഡൗൺ, അതായത് മേലെ നിന്ന് താഴത്തോട്ടുള്ള ആ ഒരു പി ഇല്ലേ, പി നമ്മളോട് പോക്കറ്റ് എയിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട്. 9th സ്റ്റെപ്പ് എന്താണ്? ഇൻസേർട്ട് കോർണർ ക്യൂ ടു പോക്കറ്റ് ബി. അതുപോലെ കോർണർ ക്യൂ എന്ന് പറയുന്നത് ബിയിലോട്ട് മടക്കാൻ പറയുന്നുണ്ട്. 10th എന്താണ്? ടേൺ ദ പേപ്പർ അപ്സൈഡ് ഡൗണിലോട്ട് ഈ പേപ്പർ ഒന്ന് തിരിക്കാൻ പറയുന്നുണ്ട് അല്ലേ. ഒന്ന് പേപ്പർ തിരിച്ചു പിടിക്കാൻ പറയുന്നുണ്ട്.
സെവൻത്ത് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ 2 ഐസ്, നോസ് ആൻഡ് മൗത്ത്. അപ്പോൾ നമ്മളോട് തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോസ് വരയ്ക്കാനും ഐസ് വരയ്ക്കാനും മൗത്ത് വരയ്ക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു 10th പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ നമ്മളോട് നോസും ഐസും മൗത്തും ഒക്കെ വരച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. 12th സ്റ്റെപ്പ് എന്താണ്? ഡ്രോ ആൻഡ് കട്ട് 2 ears ആസ് ഷോൺ ഫ്രം എ പേപ്പർ ആൻഡ് പേസ്റ്റ് ദം യൂസിങ് ഗം ആസ് ഇൻ പിക്ചർ 10. അപ്പോൾ വേറൊരു പേപ്പറിൽ നിന്ന് നമ്മളോട് 2 ഇയേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 10th പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഇയർ ഇല്ല, അതുപോലെ വേറൊരു പേപ്പറിൽ നിന്ന് നമ്മളോട് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിലേക്ക് നമ്മളോട് ആ ഒരു ഇയേഴ്സ് ഗം യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു 10th പിക്ചർ നോക്കിയ കൂട്ടുകാരെ, യുവർ കോർണർ ബുക്ക് മാർക്ക് ഈസ് റെഡി നൗ. അപ്പോൾ നിങ്ങളുടെ കോർണർ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മടക്കി കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബുക്ക് മാർക്കാണ് ഇത്. അധികം പണിയൊന്നുമില്ല, കൂട്ടുകാരൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് ശ്രദ്ധിച്ച് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോൾ ഇങ്ങനെ ബുക്ക് ഫോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്സ് ഒക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി ഇതിന് കളറൊക്കെ നൽകിയിട്ട് നല്ല ക്യൂട്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു ലെങ്തി വീഡിയോ ആണ്, പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചാപ്റ്റർ നന്നായിട്ട് വിശദീകരിച്ച് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററും അതിലെ ന്യൂ വേർഡ്സും മീനിങ്സും അതുപോലെ തന്നെ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത ചാപ്റ്ററുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.